നിങ്ങളുടെ ഫോണിനെ കൈകൊണ്ട് പോലും തൊടാണ്ട് നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്നായിരിക്കും? അതായത് എവ ഫേഷ്യൽ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഏത് ആപ്ലിക്കേഷനും ഏത് ഫീച്ചറും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആരോ വരും. ആ ആരോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് എവിടേക്കാണോ പോവേണ്ടത്, ഇപ്പോൾ കോളിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കോൾ ബട്ടൺ എവിടെയാണോ അവിടേക്ക് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് വീഴും, ക്ലിക്ക് ഇനിഷ്യേറ്റ് ആവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയും യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കിടിലം ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാണ്. ഇത് നിങ്ങളുടെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം വർക്ക് ആവുന്നത്. നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹിഡൻ ആയിട്ടുള്ള പ്ലേ സ്റ്റോറിൽ പൊതുവെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതും പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള കിടിലം 5 ആപ്ലിക്കേഷനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ടോർക്രോ എന്ന ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൊറൻറ്റ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ യൂടോറൻറ്റ് പോലെ തന്നെ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതും വളരെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൊറൻറ്റ് ബ്രൗസറാണ്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടൊറൻ്റ് ആണോ ഡൗൺലോഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇതിനകത്ത് പല ടൊറൻറ്റ് ഡേറ്റാബേസിൽ നിന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്പെസിഫിക് ആയിട്ട് വേണ്ടത് അത് നോക്കാം, ഇല്ലെങ്കിൽ ഓൾ കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ ടൊറൻറ്റ് ഡേറ്റാബേസിൽ നിന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ഒരു മൂവിയോ ഒരു ഫയലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സെർച്ച് ബട്ടണിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡിങ് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കിടക്കുന്ന ടൊറൻറ്റിനെ സീഡ് ചെയ്തും കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. ടൊറൻറ്റ് പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫോണിൻ്റെ അകത്ത് ഈവൻ ഡാർക്ക് മോഡും കൂടി ചേർത്ത് വരുന്നൊരു സാധനമാണ് നമ്മുടെ ടോർക്കാക്ക. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് കൂറ ഹെഡ്ഫോണിനെയും കിടിലം സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹെഡ്ഫോൺ എടുത്തതിന് ശേഷം ആ താഴെയുള്ള 2 വയർ ആദ്യം കട്ട് ചെയ്ത് കളയുക. വിശ്വസിച്ചാ? ചുമ്മാ പറഞ്ഞതാണ്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സൗണ്ട് ID എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഹെഡ്ഫോൺ കാതിലേക്ക് വെക്കുക. അത് വയേർഡ് ആവട്ടെ, വയർലെസ് ആവട്ടെ, ഏതോ ആവട്ടെ. അങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റിങ്സ് അവർ പറയും. അതൊക്കെ ഫസ്റ്റ് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാതിന് ഇണങ്ങുന്ന രീതിയിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സൗണ്ടിനെ സെറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും, സ്പോട്ടിഫൈ ആവട്ടെ, യൂട്യൂബ് മ്യൂസിക് ആവട്ടെ, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഇംഗ്ലീഷ് എന്നായിരിക്കും വിചാരിക്കണേ, ഒരു ഭയങ്കര വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ OnePlus Buds Pro ആണ് യൂസ് ചെയ്യുന്നത്. ആ OnePlus Buds Pro വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ചേഞ്ച് ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ആപ്പാണ്. എന്താണ് പേര്? സൗണ്ട് ID. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം, ആദ്യത്തെ പറഞ്ഞതുപോലെ ഹെഡ്ഫോണിൻ്റെ വയറൊന്നും കട്ട് ചെയ്ത് കളയരുത്, ദൈവത്തോർത്ത്. ഓക്കെ, ഞാൻ ഗിവ് അവേ ഒന്നും തരുന്നതായിരിക്കില്ല. ക്ലൗഡ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ കോഡെല്ലാം നമുക്ക് ഗിറ്റബിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ മൂവീസും അതുപോലെ തന്നെ എല്ലാ ആനിമീസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ആനിമി ലവേഴ്സ് ആണല്ലോ കൂടുതലും. ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഡ്രാഗൺ ബോൾസ് അല്ലേ, ഡ്രാഗൺ ബോൾ സി, ആ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ആനിമി ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ആപ്പാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലില്ല കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലില്ല, പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് പല സാധനങ്ങളും കിട്ടും. മറ്റേ സാധനങ്ങളൊന്നും പറഞ്ഞ് പോവരുത്. അതിനകത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് മാന്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്. എനിക്കിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചിലപ്പോൾ യൂട്യൂബ് എന്നെ ഇവിടെ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ആൻറ്റിന പോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് സ്പോട്ടിഫൈയിൽ 200 രൂപ 300 രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻറ്റിന പോഡ് ഡൗൺലോഡ് ചെയ്യൂ, ഫ്രീ ആയിട്ട് എല്ലാ പോഡ്കാസ്റ്റും കേൾക്കൂ. അഡ്വർടൈസ്മെൻറ്റോ ആഡോ, നിങ്ങളിപ്പോൾ ഒരാളുടെ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് കേൾക്കുക. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ആപ്പാണ്. ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ MKBHDയുടെ വേവ് ഫോം ഒക്കെ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ
അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ചളി കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ചളി കുറച്ച് കുറച്ചിരിക്കുകയാണ്. പിന്നെ ചളികളൊക്കെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ വരുന്നത് വരെ നമ്മൾ ചളി അടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വീഡിയോ അല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അവസാനമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ വന്ന് പറയുന്നുണ്ടോ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ആവട്ടെ. നിങ്ങൾക്ക് ഇനി തെറി വിളിക്കണമെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് എന്ത് വേണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അടിപൊളി, കൊള്ളാം, കൊള്ളൂല, വേച്ചായിരിക്കണം, അവൻ്റെ കുറേ ആപ്പ് ഇങ്ങനെയൊക്കെയാണെന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും. ബൈ. ദിസ് ഈസ് അമൽ ഗോപാൽ സൈനിങ് ഓഫ്.